ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ തമ്പനയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. സോഷ്യൽ സയൻസോ, അതിനൊക്കെ എന്തിനാ ഇപ്പോൾ ഒരു ടീച്ചർ? ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നേരിട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. എന്നെപ്പോലെ നിങ്ങളും ഇത്തരത്തിൽ ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ കമൻറ്റിൽ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ BEd ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഒരു വൈദികൻ എൻ്റെ വീട്ടിൽ വന്നു. അതായത് സന്ദർശനത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു BEd കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. സ്വാഭാവികമായും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോഷ്യൽ സയൻസ് ആണെന്ന് പറഞ്ഞു. ഉടനെ വന്ന മറുപടി ഒരു പരിഹാസ ചിരിയോടെ, ഒരു പുച്ഛത്തോടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അതിനൊക്കെ ഇപ്പം എന്തിനാ ഒരു ടീച്ചർന്ന്. ഇതുപോലെ തന്നെ മറ്റൊരു ദിവസം എൻ്റെ ലൈഫിൽ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞു, പത്രത്തിൽ ഇങ്ങനെ പരസ്യം കണ്ടു, BEd സീറ്റ് ഒഴിവുണ്ട് സോഷ്യൽ സയൻസിൽ നിന്ന്. അപ്പോൾ അത് എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ സീറ്റ് ഒഴിവുണ്ടെന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെയല്ല. അതായത് പുള്ളിക്കാരി വിചാരിച്ചത് എനിക്ക് പഠിപ്പിക്കാൻ പോകുന്നൊരു അവസരം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെയല്ല, സോഷ്യൽ സയൻസ് BEd സീറ്റ് ഒഴിവുണ്ടെന്നാണ് പറഞ്ഞു. അപ്പം ഉടനെ അവരെന്നോട് പറഞ്ഞു, സോഷ്യൽ സയൻസിന് ഇത്രയും സീറ്റൊക്കെ ഒഴിവുണ്ടോ? അപ്പോൾ ഇതൊരു നിലവാരമില്ലാത്തൊരു സബ്ജക്റ്റ് ആണല്ലേ എന്ന്. സത്യത്തിൽ എന്താണ് സോഷ്യൽ സയൻസ്? അതൊരു സബ്ജക്റ്റ് മാത്രമല്ല, നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ കഥയാണ്. അതായത് നമ്മുടെ വേരുകൾ എവിടെയാണ് എന്ന് പറഞ്ഞു തരുന്ന ചരിത്രവും, നമ്മൾ നിൽക്കുന്ന മണ്ണും പ്രകൃതിയും, അതൊക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ ജിയോഗ്രഫിയും, നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പൊളിറ്റിക്സും, ലോകത്തിൻ്റെ സാമ്പത്തിക രംഗം എങ്ങനെ ചലിക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ പ്രാപ്തനാക്കുന്നത് എക്കണോമിക്സും ഒക്കെയാണ്. ഇതൊന്നും പഠിക്കാതെ ഒരു മനുഷ്യന് എങ്ങനെ പൂർണ്ണ ബോധമുള്ള ഒരു പൗരനാകാൻ കഴിയില്ല. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അവനവൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. ആ അറിവ് പകർന്നു നൽകാൻ ഒരു സോഷ്യൽ സയൻസ് അധ്യാപകൻ തന്നെ വേണം. കാരണം എന്താണ്? സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ബുക്ക് ജസ്റ്റ് വായിച്ചു പോകേണ്ട ഒരു സബ്ജക്റ്റ് മാത്രമല്ല, മറിച്ച് അത് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കേണ്ട ഒന്നാണ്. കാരണം എന്താണ്? സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് വെറും കഥകൾ പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡ്സ്, ഗ്ലോബ്, മാപ്പ്, ഇതെല്ലാം തന്നെ നമ്മുടെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അത് കുട്ടികളിൽ ഒരു കൗതുകം ഉണ്ടാക്കാനും ഒരുപക്ഷെ അതിലൂടെ അവർക്ക് അവരുടെ മറ്റൊരു ചിന്താഗതിയെ കൂടി വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വൈദികൻ ചോദിച്ചതുപോലെ എന്തിനാണ് സോഷ്യൽ സയൻസിന് ഒരു ടീച്ചർ എന്ന് പറയുന്നതിനുള്ള ഉത്തരം, യന്ത്രങ്ങളെ അല്ല, വിവേകമുള്ള മനുഷ്യരെ വളർത്തിയെടുക്കാനാണ് സോഷ്യൽ സയൻസ് ടീച്ചർമാർ നിലകൊള്ളുന്നത്. എന്താണ് എൻ്റെ ഒരു അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ്.